അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 കൊടുക്കാണ്ട്. നടനും ബിഗ് ബോസ് താരവുമായി ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് പരാതി. കൊച്ചിക്കാരിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. ഇടയ്ക്കിടെ തന്റെ സെലിബ്രിറ്റി പട്ടം നിലനിർത്താൻ ബോധപൂർവം ചില വിവാദങ്ങൾ ഉണ്ടാക്കുക ഷിയാസിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് അനുമോൾ എന്ന ഒരു ബിഗ് ബോസ് താരം, ആ ബിഗ് ബോസ് താരവുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണം, ബീഫ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ BJP കാരിയാണെന്ന് ചോദിച്ചൊരു വിവാദം, അത് വലിയ വിവാദമായി മാറുന്നു. താൻ പന്നിയിറച്ചി കഴിക്കും, അത് തന്റെ മതത്തിന്റെ ആചാരമാണ്. എന്നാൽ ബീഫ് കഴിക്കുന്നില്ലാത്ത അനുമോൾ BJP കാരിയാണ് എന്ന് പറയുന്ന ആ ഒരു സംഭാഷണം വൈറലായിരുന്നു. ആ ഷിയാസ് പെട്ടെന്ന് ഒരു പീഡന കേസിൽ പ്രതിയായിരിക്കുന്നു. നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. ആദ്യമേ പറഞ്ഞത് യുവതിയല്ല, ഏതാണ്ട് മധ്യവയസ്ക്ക് പിന്നിട്ട ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായും ഷിയാസുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം അവർ നിലനിർത്താൻ ആഗ്രഹിച്ചു. പക്ഷേ ഷിയാസ് തന്റെ തനിനിറം പുറത്തു കാണിക്കുന്നു, അവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന് ഭയപ്പെടുത്തി അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 കൊടുക്കാണ്ട്. എന്തായാലും അയക്കേ 10 ഒരുമിച്ചിട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. എനിക്കറിയില്ല. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുമോൾ ഏതൊരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട സമയത്ത് ഓളെ മീഡിയാസ് അനുമോളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷിയാസ് കരീമിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. അന്നേരമുള്ള അനുമോളുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടോക്കാം. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇനാഗ്രേഷനല്ലേ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.